ക്രീം ഒന്നും ചേർക്കാത്ത ഒരു ക്രീമി ചിക്കൻ കറി ഉണ്ടാക്കിയാലാ. ഇതിൻ്റെ അകത്തുണ്ടല്ലോ മക്കൾസ് ഈ മാറ്റി വെക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ആ ഐറ്റംസ് ഒന്നും കാണൂല. ചിക്കൻ്റെ കഷ്ണം പിന്നെ എന്തായാലും അവന്മാർ മാറ്റി വെക്കൊന്നുമില്ലല്ലോ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സവാള പകുതി അവിടെ അങ്ങോട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്കുണ്ടല്ല ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഒരു 2-3 കശുവണ്ടി കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഈ തക്കാളിയൊക്കെ ഉണ്ടല്ലോ നല്ലൊരു കുഴക്കുഴ പാകമൊക്കെ ആയിട്ട് വരുമ്പോൾ ആ പാനിൽ നിന്ന് മാറ്റി വെച്ച് കൊടുത്തോളൂ കേട്ടോ. ആ പാനിലുണ്ടല്ലോ ഇനി കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്തേക്ക് ഒരു 3/4 കിലോ ചിക്കനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണേ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്തുണ്ടല്ല അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി അത്രയും ചേർത്തിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് അടിച്ചു വെച്ചോ. ഇനി ചിക്കനുണ്ടല്ലോ അവിടെ കിടന്നുകൊണ്ട് പകുതി അങ്ങനെ വേവട്ടെ. ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാള, തക്കാളി കൂട്ടില്ലേ, അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. അതിന് നേരെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനില്ലേ അതിൻ്റെ മൂടിയൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കിയിട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സവാളൻ്റെ പേസ്റ്റ് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ആ ഒരു മിക്സിയുടെ ജാറ് കഴിയിട്ടെ കുറച്ച് വെള്ളമോടെ ചേർത്തോളൂ കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഉപ്പിന് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ അടച്ചു വെച്ചിട്ട് ചിക്കൻ ബാക്കി മുഴുവൻ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഈ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതാ ഇതേപോലെ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരും. ആ സമയത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു ഇത്തിരി കരമ്പ് മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളും. ഇത് പൊറോട്ടൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരിൻ്റെ കൂടെ ആണെങ്കിലും നെക്ക പോട്ടെ നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നല്ല അടിപൊളി സൈഡ് ഡിഷ്.